മുതൽ ഒരു വർഷം 2015 വരെയുള്ള ഒരു വർഷം വളരെ ശക്തമായി ഫീൽഡിൽ പ്രവർത്തിക്കുകയും നൂറുകണക്കിന് ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അന്നുണ്ടായിരുന്ന പരിമിതമായ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു സംസ്ഥാനം മുഴുവനും കഴിയുമ്പോഴൊക്കെ ഈ സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ ശ്രമിച്ചിട്ടും സത്യം പറഞ്ഞാൽ ഒരു കൊല്ലം ബിസിനസിന്റെ പുറകെ നിന്നിട്ട് 1 ലക്ഷം രൂപ തികച്ചു കിട്ടാൻ കഴിയാതെ ഈ ബിസിനസ് താഴ്ത്തി വെച്ചാൽ എന്ത് എന്ന് ആലോചിച്ച നിരാശയുള്ള ഒരു സമയം എനിക്കുണ്ട്. അങ്ങനെ 2014 ഡിസംബറിൽ ഒരുമാതിരിപ്പെട്ട ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ ഈ ബിസിനസിനെ കുറിച്ച് ഓടിത്തളർന്ന് അനുസാരമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. കളർകോട് വീടിന് അടുത്തുള്ള സ്ഥലത്തുള്ള ചാൾസ് സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിങ്ങിന് വലിയ നിയമം വരാൻ പോവാണ്, കേരളത്തിലെ ഡയറക്ട് സെല്ലിങ്ങിന് ഭയങ്കര സംഭവമാകാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. സാർ അപ്പൊ കായംകുളത്ത് റെയിൽവേക്ക് സ്ഥലം എടുത്തു കൊടുക്കുന്നതിന്റെ സ്പെഷ്യൽ തഹസീൽദാറിന്റെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയം തോന്നും. അപ്പൊ സാറ് പറഞ്ഞു, ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് എന്തുകൂടെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തുടങ്ങാന്ന് പറഞ്ഞൊരു 10,000 രൂപ എടുത്ത് എന്റെ തന്നു. അന്ന് വന്നതാ സാറ്. പിന്നെ സാറിന് പ്രവർത്തിക്കാനൊന്നും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് സാറ് കോതമംഗലത്തോട്ട് മാറി. പിന്നെ ഏതാണ്ട് 3 വർഷത്തിന് ശേഷമാണ് സാറിന് എന്തെങ്കിലും ബിസിനസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഗണപതിക്ക് വെച്ചു എന്ന് പറഞ്ഞ പോലെ 2014 ഡിസംബറിലാണ് എനിക്ക് ആദ്യത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടുന്നത്. അവിടുന്ന് വീണ്ടും കുറച്ച് മാസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ശരൺ സാറിനെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുന്നത്. ഒരു ദിവസം ഞാൻ തൃശ്ശൂര് എന്റെ ഭാര്യയുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ശരൺ സാറിനെ വിളിക്കുമ്പോൾ ശരൺ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരणे ഒന്ന് കാണണമല്ലോ. ശരൺ ചോദിച്ചു, എന്താ സാറേ? ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് കാണണം. അങ്ങനെയാണ് സാർ ഇന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സാറിന് ഇന്ന് തന്നെ വരേണ്ടത്? അപ്പൊ ഞാൻ വൈഫിന് വീട്ടിൽ പോയിട്ടേ ഉള്ളൂ, ഇന്ന് പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നാളെ വന്നാൽ മതി, നാളെ കാണാൻ പറ്റും തോന്നില്ല സാർ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു അപകടം എനിക്ക് മനസ്സിലായി. നാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ എന്തോ കടുത്ത തീരുമാനം എടുക്കാൻ നിൽക്കുവാണോ എന്നൊരു സംശയം. കരിക്ക് മുമ്പ് ഇയാൾ ഒരു ഹോട്ടൽ തുടങ്ങി പൊട്ടിപ്പോയതായിട്ടും വലിയ പ്രതിസന്ധിപ്പെട്ടതായിട്ടും എനിക്കറിയാം. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, 6 മാസം മുറിട്ടാണ് ഭാര്യ വീട്ടിൽ പോയിരിക്കുന്നത്. അന്ന് തന്നെ തിരിച്ചു പോരുക എന്ന് പറഞ്ഞ സംഭവം പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഭാര്യയോട് ഒന്ന് പറഞ്ഞു നോക്കി, അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ സീൻ മോശമായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഒരുമാതിരി ശരാശരി മലയാളികളായ പുരുഷന്മാരൊക്കെ എടുത്തൊരു 5 ഡയലോഗ് ഞാൻ ഇട്ടു. ഞാൻ പറഞ്ഞു, നീ സ്ഥിരമായി ഇവിടെ നിൽക്കുന്നോ അതോ എന്റെ അടുത്ത് വരുന്നു? ഈ ഒറ്റ ഡയലോഗിന്റെ റിസൾട്ട് വന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി തൃശ്ശൂര് തൊട്ട് എരമലൂരുള്ള ശരണിന്റെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. ഈ കട വരെ കിഴക്കോട്ട് നോക്കിയിരുന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയിട്ട് പോയില്ല. അങ്ങനെ ഞാൻ ശരണിനോട് വന്ന് ഈ ബിസിനസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരൺ പറഞ്ഞു, സാർ എന്ത് പരിപാടിക്ക് ഞാൻ കൂടാം, വലിയ പ്രതിസന്ധിയിലാണ്, കിട്ടി നിൽക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചിരിക്കുകയാണ്, പലയിടത്തും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് സന്തോഷം തോന്നി. കാര്യം എന്നെയൊക്കെ കാണുന്ന ഒരു മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ ശരणे കണ്ടപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ കൈ കൊടുത്ത ശരണാണ് ഇപ്പൊ BMW കാർ. ശരണിന്റെ ഭാഷ പറഞ്ഞാൽ ഇന്ത്യയുടെ ഷേപ്പിലുള്ള ജില്ലുള്ള BMW കാർ ഇപ്പൊ. അതും കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് 2016 അവസാനത്തിൽ ഞാനും എന്റെ സഹോദരനും കൂടെ ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിന് ഏറ്റവും അടുത്തൊരു സുഹൃത്തും സഹോദരൻ എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉള്ള നിതിൻ ബാബു സാറിനെ കണ്ടു. അദ്ദേഹം വല്ലാത്ത ടെൻഷനിലും പ്രശ്നങ്ങളിലും ഇൻഷുറൻസിൽ കൂടെ വരുമാനമുണ്ട്, പക്ഷെ പുള്ളിയുടെ സ്വപ്നമായി ഇൻകവുമായിട്ട് നമുക്ക് മാച്ച് ആവുന്നില്ല. പുള്ളിയുടെ മാനസികാവസ്ഥ ആ വരുമാനം കൊണ്ട് ശരിയാവുന്നില്ല. ആകപ്പാടെ അസ്വസ്ഥതയും ആശങ്കകളുള്ള ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ആശങ്കകൾ കയറി ടെൻഷൻ പിടിച്ച് വേറെ വല്ല കുഴപ്പമാകുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഫൈറ്റ് സ്ട്രെസ് എന്ന പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് പറഞ്ഞ പാക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. ഇത് രാവിലെ കൊണ്ട് തുറന്ന് കഴിച്ചു, നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമെന്ന് പറഞ്ഞു. 3 ദിവസം ആ പ്രൊഡക്റ്റ് കഴിച്ചു. 4ാമത്തെ ദിവസം ID എടുത്തു. ഇപ്പൊ എത്രയായി? 2016 7ാമത്തെ ദിവസം ഈ കമ്പനിയുടെ ITC ആയിട്ട് എന്റെ മുമ്പിൽ. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയി. അത് കഴിഞ്ഞ് ഏതാണ്ട് എനിക്ക് 1-2 മാസം 2014 ലാസ്റ്റ് തന്നെ, 2017 തുടങ്ങുമോ 2014 ലാസ്റ്റോ, മിഥുൻ വി കുമാർ എന്ന ചെറുപ്പക്കാരനെ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോൾ അവസ്ഥ, അദ്ദേഹം MBA പഠനം എല്ലാം കഴിഞ്ഞ് അച്ഛനൊരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കട അച്ഛന് കോൺഫിഡൻസ് കൊടുത്ത് MBA-കാരനായ എനിക്കിരിക്കാൻ പറ്റിയ കടയായത് എന്ന് പറഞ്ഞ ആ പാവത്തിനെ കൊണ്ട് 50 ലക്ഷം രൂപ ലോൺ എടുപ്പിച്ച് ആ കട 2 നില 3 നിലയാക്കി അതിനകത്ത് 5-6 സ്റ്റാഫിനെയൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ 2,14,000 ആഴ്ചയിൽ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. 1 മുട്ടി നോക്കി ഏറ്റില്ല, 2 മുട്ടി നോക്കി ഏറ്റില്ല. ഇതിനിടയ്ക്ക് നിതിൻ ബാബു സാറ് പാർട്ടൈമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇൻഷുറൻസിന്റെ ഓഫീസിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഈ ദേവിയുടെ വലതുപോക്ക് എന്ന് പറഞ്ഞ ഇതിന്റെ കട കയറി ഇറങ്ങി ഞങ്ങൾ പല ആളുകൾ നോക്കി. ഒരു 3-4 മാസത്തെ ശ്രമത്തിന് ശേഷം ഞങ്ങൾ സീലിംഗ് അടിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ നടത്തി. ആ സെലിബ്രേഷന് നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യേണ്ട, ഞങ്ങളുടെ സീലിംഗ് സെലിബ്രേഷൻ സന്തോഷം പങ്കിടാൻ വരാം. അന്ന് പങ്കിട്ട സന്തോഷമാണ് ഇന്ന് ITC ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ ഹോളിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു കാര്യം മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി ആയിരിക്കും ഇരിക്കുക, ചിലപ്പോൾ നിരാശയോടെ ആയിരിക്കും.
ദൈവം എന്റെ കൂടെ ഉള്ള എത്രയോ ആൾക്കാർ ഇവിടെ കൊണ്ടുവരായിരുന്നു, ആരും വന്നില്ല, പലരും ഉഴപ്പാണ്, പലരും സീരിയസ് അല്ല. നമ്മുടെ മനസ്സിൽ വലുതും ചെറുതുമായിട്ടുള്ള പല ആശങ്കകളും ഉണ്ടാവും. ഞാൻ 2014-ലും 2015-ലും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി നോക്കുമ്പോൾ ഒരാൾ പോലും കൂടെ ഇല്ല. ഈ ബിസിനസ്സാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ചെന്ന് പറയുന്ന പല ആളുകളും പറയുന്നത് നിനക്ക് വല്ലതും കിട്ടിയാ വരാത്തോ. എന്റെ മനസ്സിൽ ഞാൻ പറയാം, നീയൊക്കെ കയറിയല്ലേ എനിക്ക് വല്ലതും കിട്ടും. ഇതാണ് സിറ്റുവേഷൻ. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷത്തിലേക്ക് പിച്ച വെച്ച് പതുക്കെ കുറെ ആൾക്കാർ കയറി വന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഈ വന്നതിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും എന്നേക്കാൾ കഴിവുള്ളവരാണ്, എന്നേക്കാൾ കപ്പാസിറ്റി ഉള്ളവരാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ്. അവരുടെ സ്വപ്നങ്ങളും ഈ കമ്പനിയുടെ കോമ്പൻസേഷൻ പ്ലാനുമായി ഒന്ന് കണക്ട് ചെയ്യുക എന്ന സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ചെയ്തൊരു ജോലിയെ ഞാൻ ചെയ്തുള്ളൂ. പിന്നീട് നേരത്തെ ഇവിടെ ഞങ്ങളുടെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ 170 കോടി MBV എത്താൻ ആകെ ചെയ്തത് പണി ഈ കോമ്പൻസേഷൻ പ്ലാനിന്റെ ഈ പ്രൊഡക്റ്റിന്റെ അറിവ് അവർക്ക് കൊടുക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിൽ ഈ ഹോളിൽ ഇരുന്നാലും ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിസിനസ് നമ്മളോടൊപ്പം തുടങ്ങി ഒരുപക്ഷെ അത്ര സീരിയസ് അല്ലാതെ മറ്റു പല മേഖലയിൽ കൂടെ വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ബിസിനസ് ചെയ്യുന്ന 5-10 ആൾക്കാരെ നിങ്ങളുടെ കൂടെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചറിയുക. കൂടെ വന്ന ആൾക്കാരിലല്ല, ഇനി കാണാൻ കിടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് എന്നുള്ള സത്യം. ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ വെറും 10,000-നോ 20,000-നോ തുടങ്ങുന്ന ഒരു ബിസിനസ്സിൽ കൂടെ കോടികൾ ഉണ്ടാക്കാന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആകെ അറിയാവുന്ന കോടി ഈ മരണമൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒരു കോടി കിട്ടും. അതേ എന്റെ അന്നത്തെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നും, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ എന്തായിട്ട് പറയുന്നു തോന്നും. പക്ഷെ 2014 എന്റെ മൈൻഡ് സെറ്റില്, 2015 എന്റെ മൈൻഡ് സെറ്റില് കോടി എന്നൊക്കെ പറഞ്ഞാൽ അതിനെത്ര പൂജ്യം ഉണ്ടെന്നോ അതിനെത്ര ലക്ഷമുണ്ടെന്നോ ഞാൻ അതിലൂടെ കടന്നു പോകുന്നോ എനിക്കത് കിട്ടുമെന്നോ ഒരു വിശ്വാസം. പക്ഷേ വർഷങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ ലോകവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ടീമിന്റെ ഘടനയും വലുതായി. നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും ചെറുതായി വന്നു. വരുമാനം ഉയർന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് പോലും സ്വപ്നം കഴിയാൻ കാണാൻ പറ്റാത്ത വരുമാനത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ദയവ് ഈ ബിസിനസ് പതുക്കെ ഓടിക്കൊണ്ടൊരു ബിസിനസ് അല്ല, അത് സ്പീഡിൽ ഓടിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു പോർഷെ കാറോ ഒരു ഫെറാറി കാറോ ആണുള്ളതെന്ന് വിചാരിക്കുക. അത് കാളവണ്ടി ഓടിക്കുന്ന പോലെ ദയവ് ഓടിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഈ ബോർഡ് കൂടുതൽ നമ്മളോട് പറയാണ്, കാളവണ്ടി ഓടിക്കുന്ന പോലെ അത് മെല്ലെ ഓടിക്കാൻ നിൽക്കരുത്. ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ 5 സെക്കൻഡ് കൊണ്ട് 100 കയറുന്ന സാധനത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഹലോ, ചില ലീഡേഴ്സ് ഒക്കെ, ഞാനൊക്കെ ചിലപ്പോൾ ആരോട് കട്ടിക്കൊക്കെ പറയും, വേറെ ഇങ്ങനെ കൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ഈ കയറിയിരിക്കുന്ന ഫെറാറിയിലാണെന്ന് അറിയാവുന്നതാണ്. ഇത് കാളവണ്ടി പോലെ ഓടിക്കുന്ന കാണുമ്പോൾ ഈ കാറിന്റെ പവർ അറിയാവുന്നവൻ 2 വാക്ക് പറഞ്ഞില്ലേലല്ലേ തെറ്റുള്ളൂ. ശരിയാണോ അല്ലയോ? അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേജില് ഓരോ റാങ്കിലും 1ഉം 2ഉം 3ഉമായ ആൾക്കാരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഓരോ ആൾക്കാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അവരുടെ എഫേർട്ടിനെയൊക്കെ 100% മാനിക്കുന്നു. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഏപ്രിൽ മാസം നിൽക്കുന്നു. കൃത്യം അടുത്ത 6 മാസത്തിന് ശേഷം അടുത്ത പ്രോഗ്രാം വീണ്ടും നമ്മൾ കൂടും. അതായത് ഇന്ന് മുതൽ നിങ്ങൾ എടുക്കുന്ന മുഴുവൻ എഫേർട്ടും 141ാമത്തെ മാസം മുതൽ 147ാമത്തെ മാസം വരെ നിങ്ങൾ എടുക്കുന്ന മുഴുവൻ എഫേർട്ടും അടുത്ത ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും കൗണ്ട് ചെയ്യും. അതുകൊണ്ട് ഇത്തവണ മത്സരിക്കാൻ സാറേ ഇത് മത്സരമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഉണർത്തിയിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് സോമൻ പറഞ്ഞതുപോലെ ഞാൻ മത്സരമാണെന്ന് അറിഞ്ഞില്ല സാർ എന്ന ആൾക്കാർക്ക് ഒരവസരവും കൂടെ കിട്ടുന്നുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ അടുത്ത, അതായത് ഇനിമുള്ള എല്ലാ പ്രോഗ്രാമിലും പുറകോട്ടുള്ള 3-4 മാസത്തെ ബെസ്റ്റ് പെർഫോമേഴ്സിനെ സ്റ്റേജിൽ വിളിക്കുകയും ആദരിക്കുകയും ക്യാഷ് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു രീതിയിലൂടെ നമ്മൾ മാറുകയാണ്. നമ്മുടെ കമ്പനിയും ആ രീതിയിലോട്ട് തന്നെ മാറിക്കഴിഞ്ഞു. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഈ ഹോളിൽ ഇരിക്കുന്ന ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സ്വപ്ന തുല്യമായ ഒരു ജീവിതമുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം. ാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്കൊക്കെ പല കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടാവും. ചിലപ്പോൾ പൊക്കക്കുറവായിരിക്കും, മണ്ണക്കുറവായിരിക്കും, ഗ്രാമക്കുറവായിരിക്കും, വെളുത്തിട്ടായിരിക്കും, കറുത്തിട്ടായിരിക്കും, കുടുംബ പാരമ്പര്യം പോലായിരിക്കും, അതുപോലായിരിക്കും, ഇതുപോലായിരിക്കും. കുറവ് നോക്കിയാൽ കുറവിനെ നേരമുള്ളൂ. ആ സത്യം നിങ്ങൾ മനസ്സിലായിക്കോ. ഈ കുറവ് അവനവന്റെ നോക്കുന്ന അവനവൻ മാത്രമാണ്. ലോകത്തിന് നിങ്ങളുടെ കുറവ് നോക്കാൻ ഒരു സമയമില്ല. ലോകത്തിന് നിങ്ങളുടെ വിജയം മാത്രം കേട്ടാൽ മതി. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും നിങ്ങളുടെ സക്സസ് മാത്രം കേട്ടാൽ മതി. നമ്മുടെ സെന്റിമെന്റ്സ് ആർക്കും കേൾക്കണ്ട. ഇപ്പൊ വാട്സാപ്പിലൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്റ്റാറ്റസ് എടുത്തില്ല, എന്ത് പിന്നെന്താ ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് നിഴല് പോലും കാണത്തില്ല, അതിന് കുറെ കരയുന്നു. നമ്മുടെ വിചാരം ഇതെല്ലാം കണ്ടിട്ട് കാണുന്നില്ല, കരയുവാണ്. അവര് വിചാരിക്കുന്നത് അവനെന്തോ പ്രശ്നത്തിലാണ്, അവൻ വിളിച്ചാൽ ഫോൺ പോലും എടുക്കരുത്.
അവരുടെ സ്റ്റാറ്റസ് വരെ കുഴപ്പമായി തുടങ്ങി. യെസ് ഓർ നോ, ആണോ അല്ലയോ? അതുകൊണ്ട് കരയുന്നവന്റെ ലോകമല്ല ഈ ലോകം, ശക്തമായി പ്രവർത്തിക്കുന്നവന്റെയാണ്, പോരാടുന്ന ആൾക്കാരുടെ ലോകമാണിത്. കരയുന്ന ആളുകളെ നോക്കിയിരുന്നാൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതം മാറുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവനവന്റെ ജീവിത വിജയത്തിന്റെ താക്കോൽ അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ തപ്പരുത്, അപ്പളേന്റെ പോക്കറ്റിൽ തപ്പരുത്. കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലല്ല അവരുടെ കയ്യിലാണെന്ന് വിചാരിക്കരുതേ. നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ പറയും, എന്റെ അപ്പൻ എന്റെ അനിയത്തിക്ക് കൊടുത്തതിന്റെ പകുതിയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ അതും വിറ്റു തുറച്ചു ഒന്നും തന്നിരിക്കാൻ തന്നിട്ടോ അപ്പൊ തന്നിട്ടോ കഴിഞ്ഞ തലമുറയിൽ നിന്ന് കിട്ടിയിട്ടോ അല്ല നമ്മുടെ ജീവിതം ഉണ്ടാക്കേണ്ടത്. അവര് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ജന്മമാണ്. ആണോ അല്ലേ? എത്രയോ ആൾക്കാർക്ക് കഴിയാത്ത രീതിയിൽ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്ന കോടിക്കണക്കിന് ആളുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുന്നേറ്റിട്ടില്ല. ഞാനും നിങ്ങൾ എഴുന്നേറ്റ് ഈ ഹോളിൽ ഇരിക്കുന്നെങ്കിൽ നമ്മളല്ലേ ഭാഗ്യം ചെയ്ത ആൾക്കാർ. കംപ്ലൈൻസ് ഒക്കെ അവസാനിപ്പിച്ചു, ആ സ്വിച്ച് കൊണ്ട് ഓഫ് ചെയ്തിട്ടു. ജീവിതത്തിൽ അടുത്ത റാങ്ക് എന്ത്, അടുത്ത അച്ചീവ്മെന്റ് എന്ത്, ശക്തമായി പ്രവർത്തിക്കാൻ എന്ത് വേണം, ആ രീതിയിൽ മുമ്പോട്ട് പോവുക. നമ്മുടെ ചെറിയ ഈ ബിസിനസിന്റെ പ്രത്യേകത, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ പറയാം. ഈ ബിസിനസിന്റെ പ്രത്യേകത ഇതൊരു മാനേജ്മെന്റ് ബിസിനസ്. ആളുകളോ നമ്മുടെ കൂടെ കടന്നു വരുന്നു, ശരിയാണോ അല്ലേ? പല വീട്ടിൽ നിന്ന് വരുന്ന, പല പ്രശ്നങ്ങൾ വരുന്ന, പല ഇഷ്യൂസിൽ നിന്ന് കടന്നു വരുന്ന, പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ വരുന്നു. ഇവരെ മാനേജ് ചെയ്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അവരിലല്ല മാറ്റം ഉണ്ടാക്കേണ്ടത്, മാറ്റം നമ്മളിലാണ് വേണ്ടത്. ക്ഷിപ്ര ഗോപികൾ നമ്മുടെ പരമശിവന്റെ അടക്കം 3-ാം കണ്ണ് ഉണ്ടെങ്കിൽ അത് തുറക്കരുത്, ദേഷ്യപ്പെടാൻ പാടില്ല, ശരിയാണോ അല്ലേ? ഈഗോ ഉണ്ടാവരുത്, ഈഗോ നമുക്ക് പാടില്ല. ഗോ മാത്രം മതി നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ളത്, ശരിയാണോ അല്ലേ? അതുകൊണ്ട് ക്ഷിപ്രകോപം പാടില്ല, ദേഷ്യം പാടില്ല, ഈഗോ പാടില്ല. തർക്കത്തിന് ജയിക്കുന്നവൻ ജീവിതത്തിൽ തോറ്റു എന്നാ പറയുക. തർക്കത്തിൽ ജയിക്കാൻ നോക്കരുത്, തോറ്റു കൊടുക്കൂ, എങ്കിലേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഈ ബിസിനസ് മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ ചെറിയ ടെക്നിക്സ് പഠിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കും. നമ്മുടെ ഗോപി സാറിനോടൊക്കെയുള്ള പ്രത്യേകത എന്താ? ഗോപി സാറിനോടൊക്കെ നമ്മൾ വലിയൊരു വിഷയം പറഞ്ഞാൽ നമ്മളായിരിക്കും ഇത് വലിയ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഉള്ളിൽ വിജയിച്ചോണ്ട് പറയും, കുഴപ്പമില്ല സാറേ, അതിനൊരു പരിഹാരമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ പകുതി പരിഹാരമായി. അതായത് നമ്മൾ എത്ര വലിയ കാര്യം പറഞ്ഞാൽ അതിന് സൊല്യൂഷനുണ്ട്. അവർ പതുക്കെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം. അതേപോലെ നിങ്ങളും ഒരു സത്യം മനസ്സിലാക്കുക. നമുക്ക് സത്യം എപ്പോഴും സമാധാനം കിട്ടുന്ന എപ്പോഴാണ്? നമ്മുടെ പ്രശ്നം ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം തോന്നുക. ഒരു സമാധാനം എപ്പോഴാണ് വരിക? നമ്മളെക്കാൾ പ്രശ്നം പിടിച്ചെടുത്തിനെ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. നമ്മളെക്കാൾ കടമുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ജനനെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടും, ശരിയാണോ അല്ലയോ? ഇതുപോലെ നമ്മൾ പുറത്തോട്ടിറങ്ങും, എങ്കിലേ നമ്മളെക്കാൾ പ്രശ്നമുള്ളവനെ, കുഴപ്പമുള്ളവനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിന്റെ 4 ചുവരിനകത്തിരുന്നാൽ ലോകത്തിൽ ഏറ്റവും പ്രശ്നമുള്ളവൻ നമ്മൾ തന്നെ തോന്നും. അപ്പൊ ഒന്നുമില്ലേലും പുറത്തോട്ടിറങ്ങുക, പ്രശ്നങ്ങൾ ചെറുതാവും, നേട്ടങ്ങൾ വലുതാവും. ആ കാര്യത്തില് യാതൊരു സംശയമില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ് എന്ന പ്രോഗ്രാം ഒരു ഉണർത്തുപാട്ടാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫെറാരി പോലെ, പോർഷെ പോലെ ഓടിക്കാൻ കഴിയുന്ന ഈ ബിസിനസിനെ വേഗത്തിൽ ഓടിക്കാൻ ഈ മീറ്റിംഗ് ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് ഈ മീറ്റിംഗിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ യമുന മാഡം ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇന്നലത്തെ ഫ്ലൈറ്റിന് ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹിക്ക്, അവിടുന്ന് ആസാമിലൊക്കെ പോകേണ്ടിയിരുന്ന ആളായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം നാളത്തേക്ക് മാറ്റിവെച്ച് സാന്നിധ്യം കൊണ്ട് ഈ സദസ് ധന്യമാക്കിയ യമുന മാഡത്തിന് നിറഞ്ഞ ഒരു കൈയ്യടി നൽകുക. നമ്മുടെ ഗോപി സാറും അനിൽ സാറും എത്തി. ആ 2 ആൾക്കാരും എന്തിനും നമ്മുടെ കൂട്ടത്തിൽ, ഒരു കമ്പനി മാനേജ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് എന്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കും നല്ലൊരു കൈയ്യടി നൽകുക. മുഴുവൻ ആൾക്കാർക്കും, ഇവിടുത്തെ അച്ചീവേഴ്സിനും, എനിക്ക് സ്റ്റേജിൽ കയറാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.